അതെ, ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണേ. സാധാരണ ഞാൻ സൺഡേയ്സിലാണ് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുക. കാരണം ചിന്നൂസിൻ്റെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാമല്ലോ. അല്ലാന്ന് വെച്ചാൽ ഓരോരോ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്ത് പോവുക, എനിക്കതിനോട് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺഡേയ്സ് ആവുന്നത് വരെ ലിസ്റ്റ് എന്തൊക്കെ വേണം സാധനങ്ങൾ എന്നുള്ളത് ഞാൻ ലിസ്റ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് സൺഡേയ്സിൽ പോയിട്ട് മേടിക്കുകയാണ് പതിവ്. അപ്പോൾ ഇന്നും ഒരു കൂട്ടം ലിസ്റ്റുമായിട്ടാണ് നമ്മൾ ബിസ്മിയിലേക്ക് പോയത്. പിന്നെ സാധാരണ ചിന്നൂസ് തന്നെയാണ് സാധനങ്ങൾ ഞാൻ എന്തൊക്കെ വേണമെന്ന് പറയും, അവൾ തന്നെയാണ് എടുക്കാറുള്ളത്. അവൾക്കിത് ഇഷ്ടമെന്നാണ്, വേറെ ഒന്നും കൊണ്ടല്ല. കുട്ടികൾ ഇതുപോലെയൊക്കെ ചെയ്ത് പഠിക്കട്ടെ, അല്ലാന്ന് വെച്ചാൽ പിന്നീട് ലൈഫിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ അങ്ങനെ നിൽക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവളെ കൊണ്ട് ഞാൻ മാക്സിമം ചെയ്യിപ്പിക്കാറുണ്ട്. അക്കൂട്ടത്തിലെടുത്തതാണ് ഈ ജാഗരി ക്യൂബ്സ്. നോർമൽ നമ്മുടെ ശർക്കരയുടെ കട്ട പോലെയല്ല, ഇത് ഒരു പ്രത്യേക ഷേപ്പ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ ചിന്നൂസിൻ്റെ കണ്ണിൽ എങ്ങനെയോ ഈ ചിക്കൻ പോപ്സ് കണ്ണിൽ പെട്ടു. എനിക്കിപ്പോൾ ഡിസ്ക് കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടമുള്ളതൊന്നും ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്നില്ല. എന്നാൽ പിന്നെ ഓക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പോപ്സും അങ്ങോട്ട് പൊക്കി. പിന്നെ സ്വീറ്റ് കോൺ ഇല്ലാതെ എന്ത് ഷോപ്പിംഗ് അല്ലേ, 2 സ്വീറ്റ് കോണും അങ്ങോട്ട് പൊക്കി. സൺഡേയ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്ത് തിരക്കാണ് ഷോപ്പിംഗ് മാൾസിലൊക്കെ. കാരണം ഫാമിലിയായിട്ട് എല്ലാവരും വരുന്നത് മിക്കവാറും സൺഡേയ്സിലൊക്കെ ആണെന്ന് തോന്നണു. അതുകൂടാതെ ബിസ്മിയിൽ നല്ല ഓഫേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ തിരക്കിന് ഒരു പഞ്ചുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ എന്തായാലും പോവാണ്. ചിന്നൂസാണ് ഇതുപോലെ ബില്ലിങ്ങിൽ നിൽക്കുന്നതും അവൾ തന്നെയാണ്. അവൾ ചെയ്യട്ടെ, കാരണം വലിയതാവുമ്പോൾ അവൾക്കിതെല്ലാം യൂസ്ഫുൾ ആവും. ഇതൊന്നും അറിയാതെയാണ് ഞാൻ ശ്രീയേട്ടൻ്റെ ലൈഫിലേക്ക് വന്നത്. സത്യത്തിൽ ഞാൻ കടയിൽ പോയി സാധനം മേടിക്കുക അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അച്ഛൻ കടയാണ്. അപ്പോൾ നമുക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. പിന്നെ പതുക്കെ പതുക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് ആയ ശേഷമാണ് സാധനങ്ങളൊക്കെ മേടിച്ച് തുടങ്ങിയതും, സ്വന്തമായിട്ട് ഞാനിങ്ങനെ മാർക്കറ്റിലേക്കൊക്കെ പോയി തുടങ്ങിയതും. അപ്പോൾ ചിന്നൂസിനൊരിക്കലും ആ ഒരു സിറ്റുവേഷൻ വരരുത്. എല്ലാ സാഹചര്യങ്ങളും ഫേസ് ചെയ്യാനുള്ള ഒരു തൻ്റേടം അവൾക്ക് ഉണ്ടാവട്ടെ. അങ്ങനെ വാങ്ങിയ സാധനങ്ങളെല്ലാം പറ്റാവുന്നതെല്ലാം എൻ്റെ മയിൽ വാഹനത്തിൽ തന്നെ നിറച്ചിട്ടുണ്ട്. നേരെ വീടെത്തുക, ചിക്കൻ പോപ്സ് ഉണ്ടാക്കുക, അതാണ് ചിന്നൂസിൻ്റെ ലക്ഷ്യം. അപ്പോൾ പിന്നെ അവൾ എല്ലാം ചടപടീന്നാക്കുന്നുണ്ട്. അവൾ ട്രോളി വെക്കാൻ പോയ സമയം കൊണ്ട് ഞാനിവിടെ കുറച്ച് സെൽഫ് ലവാണ്. ഒന്നല്ല, ചെറിയൊരു സെൽഫി കണ്ടപ്പം അത് പെട്ടെന്ന് യാദൃശ്ചികമായി എടുത്തു പോയതാണ്. എനിക്ക് എന്ത് ഇഷ്ടമായി. അപ്പോൾ പിന്നെ കുറച്ച് നേരം അതിൻ്റെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിൽക്കാമല്ലോ, ചിന്നൂസ് വരുന്നത് അത്രയും സമയമുണ്ടല്ലോ. അപ്പോഴത്തേക്കും ചിന്നൂസ് വന്ന് വാ അമ്മേ വേഗം പോവാമെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്തായാലും വേഗം വീട്ടിൽ പോവട്ടെ, ചിക്കൻ പോപ്സ് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വിളിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വരണം, സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക്